ഇനി അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ പേരിലുള്ള മുളവർഗം ഇനി വയനാട്ടിലും വളരും. സഹ്യാദ്രി പരിസ്ഥിതി സംഗമത്തിന്റെ ഭാഗമായി തൃക്കൈപ്പറ്റ ഉറവ് ബാംബു ഗ്രൂവിലാണ് മുളം തൈ നട്ടത്. പൂനെയിലെ ഗവേഷകരാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ മുള സ്പീഷീസിന് സ്യൂഡോ ഓക്സിറ്റനാൻ തരാ മാധവി എന്ന് പേര് നൽകിയത്. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനായി പ്രൊഫസർ ഗാഡ്ഗിൽ നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് പുതിയ സ്പീഷീസിന് അദ്ദേഹത്തിന്റെ പേര് തന്നെ നൽകിയത്. മഹാരാഷ്ട്രയിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു സ്പീഷീസാണ് സ്യൂഡോ ഓക്സിജൻ സ്റ്റോക്സൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സിയെക്കുറിച്ച് അതിന് ഒരുപാട് വേരിയൻസ് ഉണ്ട്. അപ്പോൾ ആ വേരിയൻസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ടീം അത് ഐഡൻറ്റിഫൈ ചെയ്തു, ഇതൊരു വേരിയൻ്റ് അല്ല, ഇതൊരു പുതിയ സ്പീഷീസാണെന്ന്. അങ്ങനെ 2021 അവർ ഈ പുതിയ സ്പീഷീസ് റെക്കഗ്നൈസ് ചെയ്തു. ആ റെക്കഗ്നൈസ് സ്പീഷീസിന് പേരിടേണ്ടി വന്നു. അപ്പോൾ അത് വലിയ ചർച്ചയോടെ അങ്ങനെ ഒടുവിൽ സയൻറ്റിസ്റ്റുകളെല്ലാവരും കൂടി തീരുമാനിച്ചു ഇതിന് മാധവ് ഗാഡ്ഗിലിൻ്റെ പേരിടാമെന്ന്. അങ്ങനെ അവരതിൻ്റെ സ്യൂഡോ ഓക്സിറ്റൻ മാധവൈ എന്നാണ് ഇതിനിപ്പോൾ നാമകരണം ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊരു പുതിയ സ്പീഷീസായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഇപ്പം നമുക്ക് എവിടെ നിന്നാണ് അവൈലബിൾ ആയത്? ഇത് ഞങ്ങൾ അവിടുന്ന് പൂനെയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു തന്നാണ് അവർ. അവിടുത്തെ ടീം മാധവ് ഗാഡ്ഗിലേക്ക് ബന്ധപ്പെട്ട ടീമുകൾ അവർ അയച്ചു തന്നാണ്. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും പ്രത്യേകിച്ച് മാധവ് ഗാഡ്ഗിലിനെ ഓർക്കേണ്ടത് ഇതുകൊണ്ട് ഏറ്റവും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞപ്പോൾ അവർ അയച്ചു. എം കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, പരിസ്ഥിതിക്ക് വേണ്ടി ഇടതടവില്ലാതെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ. ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ ഒരു അന്ത്യയാത്രയുടെ സമയത്ത് പ്രമുഖരായ ആരും തന്നെ അവിടെ എത്തിച്ചേർന്നില്ല എന്നുള്ള ആ ഒരു വാർത്തയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു അന്ത്യയാത്രയുടെ കാഴ്ചകൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മ വരുന്നത്. അപ്പോൾ സത്യത്തിൽ പരിസ്ഥിതിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചെറിയ ഒരു ആദരവെങ്കിലും ശരിക്കും അർഹിക്കുന്നുണ്ട്. വയനാട്ടിലെ തൃക്കൈപ്പറ്റ ഉറവ് ബാംബു ഗ്രൂസിൽ സഹ്യാദ്രി സമ്മിറ്റ് എന്ന പേരിൽ വലിയൊരു പരിസ്ഥിതി സംഗമം നടക്കുകയാണ്. 3 ദിവസം കേരളത്തിലെ പരിസ്ഥിതി സംഘടനകളും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ ഒത്തുചേർന്ന ചർച്ചകളും ക്ലാസ്സുകളും ഒക്കെയായി ഉള്ള ഒരു കൂടിച്ചേരലാണ്. സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്നുള്ളവരും സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ സഹ്യാദ്രി സമ്മിറ്റിൻ്റെ ഉദ്ഘാടന വേളയിലാണ് ഈ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ പേരിട്ടിരിക്കുന്ന പുതിയ സ്പീഷീസ് മുള ഉറവ് ബാംബു ഗ്രൂസിൽ നട്ടത്. ഗാഡ്ഗിലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ സമ്മിറ്റ് തുടങ്ങിയത് തന്നെ. അദ്ദേഹത്തിൻ്റെ പേര് ഈ മുള സ്പീഷീസിന് പുതുതായി കണ്ടെത്തിയ ഒരു മുള സ്പീഷീസാണ്. സഹ്യപർവ്വത നിരകളിൽ പശ്ചിമഘട്ടത്തിൽ വടക്കൻ മേഖലകളിൽ കണ്ടുവരുന്ന ഒരു പുതിയ ഇനം മുളയാണ്. അത് കണ്ടെത്തിയത് പൂനെയിലെ ഒരു സംഘം ഗവേഷകരാണ്. അവർ ഇത് കണ്ടെത്തിയപ്പോൾ ഈ പശ്ചിമഘട്ട സംരക്ഷണത്തിന് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ നൽകിയ സംഭാവനകളെ മാനിച്ചാണ് അതിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായുള്ള ഒരു പേര് നൽകിയത്. സ്യൂഡോ ഓക്സിറ്റനാൻ തരാ മാധവി എന്നാണ് ഈ പുതിയ സ്പീഷീസിന് അവർ പേര് നൽകിയത്. അത് പൂനെയിൽ നിന്ന് വരുത്തിയാണ് ഈ ഉറവ് ബാംബു ഗ്രൂസിൽ അത് നട്ടിരിക്കുന്നത്. ഈ തൃക്കൈപ്പറ്റ മേഖലയിൽ മുളയിൽ അധിഷ്ഠിതമായ ഒരുപാട് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. ബാംബു വില്ലേജ് എന്ന പേരിൽ കുറേ മുള യൂണിറ്റുകളുണ്ട്. പല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. അവരെല്ലാം ചേർന്ന് ബാംബു വില്ലേജ് എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഉറവ് ബാംബു ഗ്രൂസിലാണ് എന്തായാലും ഗാഡ്ഗിലിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് വെച്ചുകൊണ്ടാണ് മുള സ്പീഷീസ് വയനാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും മാധവ് ഗാഡ്ഗിലിന്റെ പേര് പറയുമ്പോൾ അത് ചേർത്ത് വെക്കാറുള്ളത് ഒരു മലമുഴക്കി വേഴാമ്പലിനോടാണ്. അത്രത്തോളം ഉച്ചത്തിൽ പരിസ്ഥിതിക്ക് വേണ്ടി സംസാരിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് അർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അന്തിമോപചാരത്തിന്റെ കാഴ്ചകൾ തന്നെ നമ്മൾ നേരത്തെ ആ ഒരു കാര്യം എന്താണ് എന്ന് പങ്കുവച്ചിരുന്നു. ഇനിയും ഒരുപാട് അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തെ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ ഇനിയും നല്ല രീതിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ആദരവ് മാത്രമേ നമ്മൾ നൽകിയിട്ടുള്ളൂ. അദ്ദേഹം ഇനിയും അർഹിക്കുന്നുണ്ട് ഒരുപാട് എന്നുള്ളതാണ്.